ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. കാട്ടുചേന പറിക്കാൻ പാകണം കേട്ടോ. കർക്കിടകമല്ലേ, ഔഷധ മൂല്യം ഉണ്ടെന്നാ പറയുന്ന ഈ കാട്ടുചേനയ്ക്ക്. അതിന്റെ ചേനയുടെ കണ്ടു നോക്കിയേ, എന്തോ അപ്പൊ കുറച്ച് നോക്കട്ടെ. ചെന്ന് കടക്കുണ്ടാവില്ല, ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ചേന. ഒരു ചേർന്ന് വെക്കണോന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും തൊണ്ട കുഴി ചൊറിയൂ പറയുന്നത്. ഒരു വേരുണ്ട് തോന്നുന്നു കേട്ടോ. ഒന്നുമില്ല അതില്, വേറെ ഉണ്ടാ. അതെന്തുവാ ഞാനെയാ കാണുമ്പോ ഒന്നുമില്ലേ. അപ്പൊ ഇത്രയോ കിട്ടിയുള്ളൂ. കുഞ്ഞിതാണ്, നോക്കാം. അതിനെ കളമ്പുള്ളി ഞാൻ എടുത്തരാ. എന്റെ മൊബൈലാണ് ഒരു കുഞ്ഞി ചക്ക അടക്കണേട്ടാ. ചക്ക മുകളില് കിടപ്പുണ്ട്. ഇച്ചിരി പാടുപെട്ടാലാണ് ഇടാൻ പറ്റുള്ളൂ. ഇനി അടുക്കളയിലെ പാചക വിശേഷങ്ങളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പാചകത്തിന് ഒരുങ്ങുന്നത്. ചിക്കൻ കറി ഉണ്ടാക്കാൻ പാടേ. അപ്പോൾ അങ്ങളുടെ പേർക്ക്
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കൂട്ടി തിരുമ്മി ചിക്കൻ വച്ചിട്ടുണ്ട്. അപ്പം ഞാനത് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങള് സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പിലയൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അതും നന്നാക്കാൻ പോയേക്കുകയാണ്. ഏതൊരു കൂട്ടവും ഒത്തൊരുമയോടുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ പണികളൊക്കെ ടപ്പേന്ന് തീരും. ചിക്കൻ അടപ്പത്ത് ചിക്കൻ വറുത്ത് കോരി ആ പാത്രത്തിൽ സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതെല്ലാം ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് തന്നെ അരച്ചാണ് ഗ്രേവി ഉണ്ടാക്കുന്നത്. പിന്നെ ഇത്തിരി മല്ലിപ്പൊടിയും ഒരൽപ്പം മുളക് പൊടിയും ചേർക്കും. ചിക്കൻ വറുത്ത് കോരി വെച്ചേക്കണതാണ് ഇത്. അപ്പം ഞാൻ അതിനകത്ത് സവാളയും പച്ചമുളകും ഇട്ട് വഴറ്റി കാര്യം പറഞ്ഞല്ലോ. അപ്പം അതിൽ 3/4 ഭാഗത്തോളം ഞങ്ങൾ അതെടുത്ത് അരച്ചെടുത്തു. അത് തിളപ്പിക്കാൻ വെള്ളവും ചേർത്ത് വെച്ചേക്കാണ്. അപ്പം ഇനി അത് തിളച്ചു, അതിലേക്ക് ഇത് ഇടാൻ പോകുന്നത്. അപ്പോൾ പകുതി സവാള ഇത് മാറ്റിയിട്ട് പകുതി വഴന്നു കഴിയുമ്പോൾ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടി കൂട്ടി ഞാൻ വഴറ്റിയിട്ടോ. വറുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം വറ്റും. ഇതിപ്പോഴേ തിളച്ചു. അത് ഗ്രേവിക്ക് ഉപ്പ് ഇത്തിരി കുറവാണ്, അപ്പം ഞാൻ ഉപ്പിടുകയാണ്. മസാലപ്പൊടി ഇത്തിരി ചേർക്കുകയാണ്. മസാലപ്പൊടി ഞാൻ ഇട്ടു. ഉപ്പ് നോക്കി, ഉപ്പ് ഞാൻ ചേർത്തുണ്ട്. പാകാണോ? വേഗം വെള്ളം വലിയ ഞങ്ങളുടെ പണികളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴിയും, ഒരുമിച്ച് ചെയ്യുന്ന കാരണം. അപ്പം ഇത് അങ്കിളിൻ്റെ പേർക്കാണ്. ഇത് ഞാൻ വെള്ളം അടപ്പത്ത് വെച്ച് ഉപ്പിട്ട് അതിനകത്തേക്ക് പൊടിയിട്ട് വാട്ടി ഈറ് കൊടുത്തു. അത് ഇവിടെ ഇട്ട് നന്നായിട്ട് പദം വരുത്തി കുഴച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞു വെച്ച് തന്നു. ഒരു ട്രിപ്പ് ഞാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. മുൻപ് വെച്ചത് പാകമായി. ഇതിൻ്റെ അടിയിൽ തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഞാനിപ്പോൾ പിഴിഞ്ഞ് അത് എടുത്ത് വെച്ചേക്കുക. ചിക്കൻ കറി ഇതിന് നല്ല മഞ്ഞ നിറമാണ് കാണുന്നതെങ്കിലും ഇതല്ലാട്ടോ ഇതിൻ്റെ കളർ. ഇത്തിരി കറുത്ത നിറത്തോട് കൂടിയതാണ്. ഇത് ഈ ലൈറ്റിൻ്റെ പ്രകാശത്തിൻ്റെ ആണോ എന്തോ ഇത്ര ഇത് ഒരു നല്ല കളറല്ലേ തോന്നുന്നത്.